ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്രാഫ്റ്റിൻ്റെ വീഡിയോയിലോട്ടോ. ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, ബീഫാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ താരം. അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു ബീഫ് റോസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാക്കണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു സവാള, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, മല്ലിപ്പൊടി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 പച്ചമുളകും പിന്നെ ഒരു പിടി ചുവന്നുള്ളിയും കൂടിയിട്ട് ചോപ്പറിലിട്ടിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ഒരു 2 സവാളയും. അടുത്തായിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതിലോട്ട് പൊടികളും അതുപോലെ തന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചതും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. ഇപ്പോൾ കണ്ടോ, അത് മിക്സ് ചെയ്തപ്പോൾ ഇതിൽ ഒരു തരി പോലും വെള്ളമില്ല. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ബീഫിലുള്ള വെള്ളം മാത്രം മതി ഇത് വേവാനായിട്ട്. അടുത്തായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ആ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സവാള പകുതി വഴറ്റി വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പറിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ ചെറുള്ളി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബീഫും കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്തു. അതിൻ്റെ വെയിറ്റ് പോകാനായിട്ട് വെച്ചു. അപ്പോൾ ദാ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇവിടെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ നമ്മുടെ കുത്തിപ്പൊടി മുളക്, ഇവിടെ ഇങ്ങനെയാണ് പറയുക കേട്ടോ, കുത്തിപ്പൊടി മുളക് എന്നാണ് ഇവിടെ പറയുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് അങ്ങ് മുരിഞ്ഞ് കിട്ടണം. ഇനി ഇത് നല്ലപോലെ പച്ചമുളക് മാറി നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമ്മുടെ ചെറു തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് ഇവിടെ കിടക്കുമ്പോഴേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു ചെറിയൊരു തേങ്ങ എടുത്ത് നല്ല കനം കുറവായിട്ട് അത് കൊത്തി അരിഞ്ഞെടുത്തിട്ട് കണ്ടോ, ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഇടയ്ക്ക് ബീഫ് കഴിക്കുമ്പോൾ ആ നാളികേരക്കൊത്തുമ്പോൾ നിങ്ങൾ കടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇതിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് അങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അവിടെ മൂടി വെച്ചേക്കാം. അതിനുശേഷം ഇതങ്ങ് എടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വട്ടയപ്പം കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളിയാണ്. കണ്ടോ, നല്ല പോലെ വെന്തിട്ടുമുണ്ട്. എല്ലാം ഞാനുണ്ടാക്കിയോണ്ട് പറയല്ലോ കേട്ടോ, എല്ലാം നല്ല രീതിയിൽ ഉപ്പും മുളകും എല്ലാം നല്ല രീതിയിൽ അതിൽ പിടിച്ച് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു വട്ടയപ്പത്തിൻ്റെ കഷ്ണം കൂടി കൂട്ടിയിട്ട് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.